ഇത് ഓഫാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കീ ഊരിയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് സെറ്റപ്പ് സാധനമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ പോലീസ് കീ ഊരി എടുക്കാൻ പറ്റില്ല. ഇത് ബട്ടറൊക്കെ നെക്കിയാൽ അത് നന്നായി, നമ്മുടെ നാടിന് പറ്റിയ സാധനം കേട്ടോ. ഇത് കൊള്ളാം. ഈ ഫീച്ചർ ഞാൻ പെട്ടെന്നാണ് ഈ കത്തിയത് കണ്ട. പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ, ഈ ബട്ടൺ ടാപ്പ് ചെയ്ത് അപ്ലൈ ചെയ്താൽ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ആ സ്റ്റേബിളാണ് വണ്ടി. കണ്ടാ 6th ഗിയറിൽ സ്പീഡ് കൂട്ടാൻ ഇത് മുകളിൽ നെക്കി പിടിച്ചാൽ സ്പീഡ് കൂടും. 70-70 ചെറിയൊരു റൈറ്റ് സൈഡ് പുള്ളിങ് ഉണ്ട് ആ വണ്ടിക്ക്. പിന്നെ കണ്ട് അത്രയും സെറ്റപ്പാണ്. ത്രോട്ടിൽ ക്ലോസ് ഡൗൺ ഷിഫ്റ്റ്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള ദ ബ്രാൻഡ് ന്യൂ TVS Apache RTR 310 ആണ് കേട്ടോ. കുറച്ച് വേരിയസ് സബ്ജക്ട്സ് ഒക്കെ കൊടുത്തിട്ട് ഓൾറെഡി കുറേ മത്താഫ് നിറഞ്ഞ വണ്ടിയാണ്. ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. സോ ഇത്തവണ എന്തൊക്കെ ചേഞ്ചസ് ആ TVS ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ദേ കണ്ടില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദേ കണ്ടില്ല, അവർ കീ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടോ. കീലെസ് ഇഗ്നിഷനാണ് കൊടുത്തിരിക്കുന്നത്. ദേ കണ്ടില്ലേ, ഇതിൻ്റെ സ്വിച്ച് ഗിയർ എത്താൻ ഈ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കീ നമ്മൾ റിയർ സീറ്റിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ട സ്റ്റാർട്ടപ്പ് ചെയ്ത് വരും. അത് ഓഫ് ആക്കാൻ വേണ്ടി, ഇഗ്നിഷൻ ഓഫ് ആക്കാൻ വേണ്ടി ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ വണ്ടി ഓഫാണ്. കീ അടുത്തോണം. കീ പക്ഷേ അടുത്താണ്, വിത്തിൻ ഒരു 5 feet അടുത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനോ ഓഫ് ആക്കാനൊക്കെ പറ്റുന്നതാണ്. മാത്രമല്ല കീലെസ് ഇഗ്നിഷൻ മാത്രമാണ്. ഇതിൻ്റെ ടാങ്ക് ആണെങ്കിൽ സീറ്റ് തുറക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് കീ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ആ കീയുടെ ഫോട്ടോ ബീറോളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. വേറെ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫോക്കിലാണ്. അതിൻ്റെ സ്റ്റാൻഷൻ ഇന്നർ ട്യൂബാണ് മാറ്റിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നേരത്തെ 41 mm, ഇതിപ്പോൾ 43 mm. നമ്മുടെ KTM Duke 390 RC 390 വരുന്ന സ്പീഡ് 400 വരുന്ന അതേ തരം സെറ്റപ്പ്. ആ ഇന്നർ ട്യൂബിൻ്റെ സൈസ് കുറച്ചൊരു വലിയ ഇന്നർ ട്യൂബ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബെറ്റർ സ്റ്റെബിലിറ്റി, ബെറ്റർ റിജിഡിറ്റിയാണ്. കുറച്ചും കൂടി എന്താ പറയുക, റഫ് റോഡ്സ്, ബാഡ് റോഡ്സിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ബെറ്റർ മോർ ഡ്യൂറബിൾ ആയിരിക്കും. മാത്രമല്ല ഓൺ ദ റേസിലൊക്കെ കുറച്ചും ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടും. കോർണറൊക്കെ എടുക്കുകയാണെങ്കിൽ അക്രമൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ടയേഴ്സൊക്കെ സെറ്റപ്പ് ടയേഴ്സാണ്. റോഡ് 5 ടയേഴ്സ്. ഇത് ടെസ്റ്റ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്താൽ, പക്ഷേ എന്നാൽ ഇതിപ്പോൾ ട്രാക്കിലും റോഡിലും മാറി ഓടിച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ടയേഴ്സ് യു ക്യാൻ ബൈ ഇൻ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിങ്. ഇപ്പോൾ കിട്ടാൻ കുറച്ച് പാടാണ്, പക്ഷെ കിട്ടുവാണെങ്കിൽ ഒരു വർത്ത് യുവർ മണി ആയിട്ടുള്ള ടയർ 150, 110, 150 സെക്ഷൻ W റേറ്റഡ് ടയർ നോക്കുന്നുണ്ടെങ്കിൽ ഫോർ ദ റോഡ് റൈഡിങ്, ട്രാക്ക് ആണെങ്കിലും കോർണറിങ് ആണെങ്കിലും മഴയത്ത് ഓടിക്കാനാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ടയർ കേട്ടോ. കണ്ടേ 300 ഡിസ്ക് റോട്ടർ, ആ പെറ്റൽ ഡിസ്ക് റോട്ടർ കണ്ടില്ലേ, അത് ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടിയാണ് ഇത്തരം റോട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. സിൻഡേർഡ് ബ്രേക്ക് പാഡ്സ് ആണ്, ലിക്വിഡ് കൂളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി ഹെഡ് ലാമ്പ് സിസ്റ്റം ആണ് കൊടുത്തത്. നല്ല വെട്ടമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക. വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൺ ആക്കാൻ വേണ്ടി ബട്ടൺ നിൽക്കിയാൽ മതി. എന്നിട്ട് ദേ ഇൻഡിക്കേറ്റർ ഉണ്ടാ, ഇൻഡിക്കേറ്റർ ഇട്ടാൽ മിന്നുന്നുണ്ടാ. ഇപ്പോൾ എത്ര നമ്പർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരു മൈക്രോ പ്രോസസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊടുത്തേക്കുന്നുണ്ട് ഇങ്ങനെ മിന്നി കത്തുന്നത് കണ്ടില്ലേ. ആ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. കൊള്ളാല്ലേ, ആ ഫ്ലോ ഓഫ് ഓർഡർ ഉണ്ടല്ലോ, അത് മൈക്രോ പ്രോസസ്സറാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് നമ്പർ ഓഫ് LEDs ഉണ്ട്, 5 LEDs ഉണ്ട്. ഒരു പെർട്ടിക്കുലർ സീക്വൻസിലാണ് കത്തുന്നത്. അതുകൊണ്ടൊരു പ്രത്യേക ഒരു കാണാനൊരു ഭംഗിയുണ്ട്. അത്രമാത്രമുള്ള സെറ്റപ്പ്, വേറെ ഹൈലൈറ്റ് ഒന്നുമില്ല. പിന്നത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ Gen 2 ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ല, അതിൻ്റെ കുറച്ചും കൂടി ബെറ്റർ റീഡബിലിറ്റിക്ക് വേണ്ടിയാക്കി കുറച്ചും കൂടി ഫോണ്ടൊക്കെ മാറ്റിയുണ്ട്. കുറച്ച് ആ പച്ചയും നീലയൊക്കെ മാറ്റി അവർ നീലയും ചുവപ്പൊക്കെ ആക്കി കുറച്ച് അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വേറൊരു സാധനമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ച റൈഡ് കൺട്രോളിൽ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ട്രാക്ഷൻ കൺട്രോളുണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. പിന്നെ RR 310 ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ഇതിലും വന്ന് ഡ്രാഗ് ടോക്ക് കൺട്രോളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ റേസ് ടു ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. അത് കുറേ സാധനങ്ങളുണ്ട്. നോക്കി എവിടെ ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ Gen 2 മീറ്ററിലാണ് ഇത്ര മത്താപ്പ് കാണിക്കുക. അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, റിയർ വീൽ ലിഫ്റ്റ് ഓഫ് ഉണ്ട്, സ്ലോപ്പ് ഡിപ്പെൻഡൻ്റ് ഉണ്ട്. എന്നാൽ റിയർ വീൽ ലിഫ്റ്റ് ഓഫ് സ്ലോപ്പിലാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ റിയർ വീൽ ലിഫ്റ്റാണ്. പക്ഷേ ഇതിന് 6 ആക്സിസ് IMU ഉള്ളതുകൊണ്ട് അങ്ങനെ റിയർ പൊങ്ങില്ല. വീലി കൺട്രോൾ ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് ഉണ്ട്, ഡൈനാമിക് ലാമ്പ് കൺട്രോൾ ഉണ്ട്. ലൈറ്റിൻ്റെ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലൈറ്റാണ് കൊടുത്തത്. ക്വിക്ക് ഷിഫ്റ്റർ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, കോർണറിംഗ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. എന്തൊക്കെയാണ്, കോർണറിംഗ് ABS ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഉണ്ട്. ആ ക്രൂസ് കൺട്രോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രാഗ് ടോക്ക് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ത്രോട്ടിൽ ഇൻപുട്ടും അതുപോലെ എഞ്ചിൻ ബ്രേക്കിങ് അതുപോലെ സ്ലിപ്പറൊക്കെ ഫൈൻ ടു ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഭയങ്കര സീംലെസ് ആക്കും. എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി റിയർ ഹോപ്പിങ്ങോ റിയർ ചാറ്ററിങ് ഒന്നും ഇല്ലാണ്ട് അത്രയും സ്മൂത്തായിട്ട് എഞ്ചിൻ ബ്രേക്കിംഗ് കൺട്രോൾ ചെയ്ത് കോർണർ എൻട്രി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന മത്താപ്പാണ് ഈ ഡ്രാഗ് ടോർക്ക് കൺട്രോൾ കേട്ടോ. കൊള്ളാം അല്ലേ. പിന്നെ ലാമ്പ് കൺട്രോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേറൊരു സാധനമുണ്ട്, മൈ വെഹിക്കിൾ എടുത്ത പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ലീൻ ആംഗിൾ വരെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 50 ഡിഗ്രി അത് കാണിക്കുക. എത്രയാണ് നമ്മുടെ എത്ര ഇത് അപ്രൈറ്റാണ്, എത്ര ഡിഗ്രി ലെഫ്റ്റിലോട്ട് വന്നു, എത്ര ഡിഗ്രി റൈറ്റിലോട്ട് പോകും, എത്ര സ്പീഡിലാണ് കിടത്തിയെന്നൊക്കെ കാണും.
കണ്ടില്ല, നമ്മളിപ്പോൾ ഓടിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു കേട്ടോ. നമ്മൾ ട്രാക്കിൽ പോയിട്ട് കുറച്ച് അക്രമം കാണിച്ചിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ലാപ്പ് ടൈമർ ഉണ്ട്, ടോപ്പ് സ്പീഡ് കാണിക്കും, 0 to 60 ഒക്കെ കാണിക്കും. ഫുള്ളായിട്ട് വണ്ടി. പിന്നെ ഇത് 0 to 100 ഏകദേശം 7 seconds അച്ചീവ് ചെയ്യുന്ന ഇത് ഗർല 450, NS 400 അതൊക്കെ ഇതിനെക്കാട്ടി ഫാസ്റ്റ്, ഡ്യൂക്ക് 390 എല്ലാത്തിനെക്കാട്ടി ഫാസ്റ്റ്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ഹാർഡ്വെയർ ആണ്. ഇതേ കണ്ടില്ല, ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഫോക്സ് ആണ്, റീബൗണ്ട് അഡ്ജസ്റ്റബിൾ റിയർ ഷോക്ക് ആണ്. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് ഇപ്പം നോട്ട് ചെയ്തപ്പോൾ കണ്ട ഒരു ക്ലിയർ ക്ലച്ച് കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് നോക്കി, എക്സോസ്റ്റ് റൂട്ടിങ്ങിൽ ഒരു സെക്കൻഡറി O2 സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു O2 സെൻസർ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ ഒരു O2 സെൻസർ കൊടുത്തിട്ടുണ്ട്. ബിഫോർ ദ ക്യാറ്റ് ആഫ്റ്റർ ദ ക്യാറ്റ് ആയിട്ടുള്ള ഈ എക്സോസ് ഗ്യാസിൽ വന്ന് O2 ലെവൽസ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ മാപ്പിങ്ങിലാണ് കേട്ടോ. ഇതിൻ്റെ ത്രോട്ടിൽ മാപ്പിങ്ങിലും കുറച്ച് കൺട്രോൾ ചെയ്ത് കുറച്ചും കൂടി ലീനിയറായി കുറച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നോക്കിയിട്ട് കുറച്ചും കൂടി എവറിഡേ യൂസബിൾ ആക്കാനുള്ള ഒരു ത്രോട്ടിൽ മാപ്പിംഗ് കൂടിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ പുതിയ കളർ വേരിയൻസിലാണ് നോക്കുക, ഒരു പുതിയ ഗ്രാഫിക്സ് ആണ് എല്ലാത്തിനും കൊടുത്തത്. ഒരു ഫ്രഷ് ഫിയറി റെഡ് എന്ന് പറഞ്ഞ കളറും വന്നിട്ട് കുഴപ്പമില്ല, കാണാനൊക്കെ സെറ്റപ്പ് അല്ലേ. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആ സെപ്പാങ് ബ്ലൂ ആണ് കേട്ടോ. പിന്നെ സീറ്റ്സ് നോക്കുക, ആ പണ്ട് നമ്മുടെ മോട്ടോർ സൈക്കിളിൽ ഉണ്ടായിരുന്ന ആ കൂളിംഗ് സീറ്റ് അവർ റിമൂവ് ചെയ്ത് മാറ്റി. പക്ഷേ അത് മാറ്റിയിട്ടുണ്ട്, അതൊരു 10 ഫീച്ചറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അത് അവർ റിമൂവ് ചെയ്ത് പറ്റി കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് കൊടുത്തത്. പണ്ട് ആ ബാക്കിലൊരു ബാക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ചാരി ടക്കിനൊക്കെ ചെയ്യുമ്പോൾ സപ്പോർട്ടിന് വേണ്ടി സാധനം അത് തെറിച്ചു പോകുന്ന പ്രശ്നം കാരണം അത് റിമൂവ് ചെയ്തിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്, പില്ലിയൻ സീറ്റാണ് കൊടുത്തത്. അത്ര കംഫർട്ടൊന്നുമില്ല, പില്ലിയൻ കുറച്ച് ഹാർഡർ സൈഡ്, അത്രമാത്രം സീറ്റും ഇല്ല. സോ ലോങ് ഒക്കെ ഓടിക്കുക അത്രമാത്രം കംഫർട്ട് ഫോർ ദ പില്ലിയൻ ഉണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഓഫ് ദ മോട്ടോർ സൈക്കിൾ നോക്കി കാണാൻ കൊള്ളാം അല്ലേ, എസ്പെഷ്യലി വിത്ത് ക്ലിയർ ക്ലച്ച് വന്നപ്പോൾ. ഈ RR3 കുറച്ച് ഫെയറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതങ്ങനെ പ്രോപ്പർലി കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ നോക്ക്, ആ പ്രഷർ പ്ലേറ്റിലാണെങ്കിൽ ആ റെഡ് ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കാണാൻ പറ്റും കേട്ടോ. ആ റൊട്ടേറ്റ് ചെയ്യാൻ കാണിച്ച സെറ്റപ്പ് കാണിച്ചാൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ടാപ്പ് ചെയ്യില്ല, 1 touch സ്റ്റാർട്ടാണ്, തൊട്ട ഓണം. പിന്നെ കാണാൻ നക്കിൾ ഗാർഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൗണ്ട് ചെയ്തേക്കാൻ കണ്ടില്ലേ, ഇവിടെ ഒരു സ്പേസർ ഇട്ടിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാർ ആൻഡ് വെയിറ്റ് കൂടിയ ബാർ ആൻഡ് വെയിറ്റ് കൊടുത്ത് വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി കേട്ടോ. അതൊക്കെ കൊള്ളാം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും കൊടുത്തിട്ടുണ്ടോ, അതേ കണ്ടില്ലേ, അതൊക്കെ സെറ്റപ്പ് ആയതുകൊണ്ട് സാധനം കറങ്ങണം നോക്ക്. കൊള്ളാം. ഇവിടെ ഒരു ഗാർഡും വെച്ചിട്ടുണ്ട്, കാരണം ഇവിടെ കൂടി കേബിൾ റൂട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് എക്സോസിൽ തട്ടി കത്തിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം അല്ലേ. പിന്നെ ഇവിടെ കണ്ട എക്സ്ട്രാ ഗ്രാഫിക്സ് ഒക്കെ അണ്ടർ ബെല്ലിയിലും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. വേറൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഈ കാണുന്ന സ്പ്രോക്കറ്റിലാണ് കേട്ടോ. ഇത് നമ്മുടെ പഴയ RTR 310 ഇതിലുപയോഗിച്ചിരിക്കുന്നത് 46 ടീത്താണ്. നമ്മുടെ പുതിയ RTR 310 42 ടീത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 ടീത്താണ് അവർ കുറച്ചിരിക്കുന്നത്. കുറച്ചുകൂടി സ്മൂത്തർ ആക്സലേഷൻ ആകാൻ വേണ്ടി, ആ തെറിപ്പൊക്കെ മാറാൻ വേണ്ടി. ആക്സലേഷൻ കുറച്ച് കുറഞ്ഞ്, പക്ഷേ നോക്ക് കുറച്ചുകൂടി സ്മൂത്തർ, ബെറ്റർ ഫോർ ടൂറിങ്, ബെറ്റർ ഫോർ സിറ്റി റൈഡിങ്, കുറച്ചുകൂടി ശാന്തനാക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് മേജറായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ്. മാത്രമല്ല ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ അവർ പ്രൈസും കുറച്ച് 10,000 rupees മോർ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട്. 2.39 lakhs എക്സ്ഷോറൂം കൊച്ചിയാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 10,000 rupees കുറച്ചിട്ടോ. ഇത് അവൻ്റെ ടോപ്പ് എൻഡ് മോഡൽ. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തണം. ഇനി നമുക്ക് റൈഡ് പോയിട്ട് വരാം. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ സെറ്റപ്പാണ് കേട്ടോ. സസ്പെൻഷൻ നോക്ക്, ഇത് പൊട്ടിപ്പൊളിഞ്ഞ വഴിയാ സെറ്റപ്പ്. ഈ റോഡ് 5 ടയേഴ്സും കൊള്ളാട്ടോ. ഓവറോൾ നല്ല വണ്ടിയാണ്, ഭയങ്കര അണ്ടർ റേറ്റ് ആണ്. നമ്മുടെ അപ്പാർത്ത് കിടക്കാണ്ട് സ്പോർട്ട് മോഡിലാണ്. അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ അഗ്രസീവ് ഒന്ന് ടെസ്റ്റ് ഫാസ്റ്റ് ഗിയർ ഇട്ട് കണ്ടല്ലേ. എന്ത് വെൽ ട്യൂൺഡ് ആയിട്ടുള്ള സ്ലിപ്പർ കച്ചാണ്. കൊള്ളാം. നിന്ന് ഓടിക്കാനാണെങ്കിലും ടാസ്ക് ഇല്ല കേട്ടോ. കുറച്ചൊന്ന് ഹാൻഡ് ബാർ റേസറൊക്കെ വെച്ചാൽ സെറ്റപ്പായിട്ട് ഓടിക്കുക. ടയേഴ്സ് ഡീസൻ്റ് ആട്ടോ. വൺ ഓഫ് ദ ബെറ്റർ ടയേഴ്സാണ്. റോഡ് 5 നിങ്ങൾക്ക് റോഡാണ്, ടൂറിംഗ് ആണ്, സ്പോർട്ട് ടൂറിങ് ചെയ്യാൻ, ഇടയ്ക്ക് ട്രാക്കിലൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു മാരക ടയറാണ് കേട്ടോ. കോർണറിലൊക്കെ ഫുൾ ത്രോട്ടിലാണ് പോകുന്നത്. അത്രയൊന്നും നമ്മൾ റോട്ടിൽ പോകില്ലല്ലോ. സോ ആ വെരി ഗുഡ് ടയേഴ്സാണ്. പക്ഷേ കിട്ടാനില്ല ഇപ്പം. ഇതിൻ്റെ സസ്പെൻഷൻ നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റർ ആക്കിയിട്ടുണ്ട്. നമ്മൾ മാത്രമേ ഇത് പണിയുള്ളൂ കേട്ടോ. കുറച്ച് ട്വീക്കിങ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഫോർക്ക് കുറച്ച് സോഫ്റ്റർ ആക്കി. ആ കംപ്രഷൻ ഞാൻ കുറച്ചും കൂടി ഓപ്പൺ ചെയ്ത് വെച്ച്, അപ്പോൾ കൂടുതൽ ഓയിൽ ഫ്ലോ ആ കിട്ടുന്ന. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ട്, കയ്യിലൊന്നും അടി കിട്ടില്ല കേട്ടോ. ഇതിൻ്റെ സസ്പെൻഷൻ ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടോ, നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട്. നമ്മൾ ഹൈവേ കൂടി കയറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ, സെറ്റപ്പാണോ മത്താപ്പാണോ ഞാനിപ്പോൾ പറയാം കേട്ടോ. ഓ, ക്വിക്ക് ഷിഫ്റ്റ് ഈവൻ സ്മൂത്തറാണ്. എനിക്കങ്ങനെ തോന്നാൻ കാരണം ഇതിൻ്റെ ത്രോട്ടിലാണ് കേട്ടോ. ഇപ്പോൾ നോക്ക്,
എന്ത് സ്മൂത്തറാക്കി. എൻ്റെ RTR 310 ഫസ്റ്റ് ജനറേഷൻ ഇല്ലേ, കഴിഞ്ഞ വർഷം ഇറങ്ങിയ വണ്ടിയാണ്, അതിൻ്റെ എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ ഈ സ്പോർട്ട് മോഡിൽ ഇത്രയും എന്താ പറയുക ലീനിയർ അല്ല, കുറച്ചൊന്ന് അഗ്രസീവാണ്. ഒരു ത്രോട്ടിൽ മാപ്പിംഗ് ആണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ. ത്രോട്ടിൽ മാപ്പിംഗ് മാറ്റിക്കൊണ്ട് ട്രാക്കിൽ ഓടിക്കാൻ അടിപൊളിയാണ്. സ്പോർട്ട് മോഡിൽ ട്രാക്ക് മോഡിലൊക്കെ അക്കറ പോയി, ഞാൻ പറന്ന് നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം അത്ര അക്രമം കാണിക്കേണ്ട, ചില്ല് ചെയ്തൊക്കെ ഓടിക്കാം, ഈസി ആയിട്ടൊക്കെ ഓടിക്കാമെന്ന് വിചാരിച്ച് ഓടിച്ചാണ്. പിന്നെ എനിക്ക് മനസ്സിലായി നമുക്കിത് അക്രമം കാണിക്കാം, ഇത് പയ്യെന്ന് ഓടിക്കേണ്ട, കുറച്ച് അക്രമം കാണിച്ച് ഓടിക്കാമെന്ന് ഓടിയാൽ അങ്ങനെ ഓടിച്ചാൽ. അപ്പോൾ എനിക്ക് കിട്ടിയ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ കുറച്ചും കൂടി സ്മൂത്തറാക്കി, ട്രാക്ക് മോഡ് ആൻഡ് ദ സ്പോർട്ട് മോഡിൽ മച്ച് മോർ യൂസബിൾ ആക്കി. കാരണം നേരത്തെ ഒരു ബിഗിനർ റൈഡർ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ട്വിച്ചി ത്രോട്ടിലാണ്, നമുക്ക് കൈ കൊടുക്കുമ്പോൾ കുറച്ച് അപ്പം തന്നെ കട്ടാവും. അത് അവർ മാറ്റി. അത് എക്സ്പീരിയൻസ് റൈഡേഴ്സിന് ഓടിക്കുമ്പോൾ കുഴപ്പമുണ്ടായില്ല. പക്ഷേ നിങ്ങളൊരു ബിഗിനർ റൈഡർ ആണെങ്കിൽ അത്ര എന്താ പറയുക, അത്ര കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, പവർ അധികം കറക്റ്റായിട്ട് വരുന്നില്ലേ. അതിനൊപ്പം തന്നെ പെട്ടെന്ന് പവർ വരുമ്പോൾ വണ്ടി ലീൻ ആണെങ്കിൽ ത്രോട്ടിൽ കട്ടാവും, അങ്ങനെ ട്രാക്ഷൻ കൺട്രോൾ, അത്ര ഇലക്ട്രോണിക്സ് എല്ലാം ഉണ്ട്. അങ്ങനെ പവർ കട്ടൊക്കെ ചെയ്യുമ്പോൾ അത്ര സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നും. പക്ഷേ നമ്മൾ ട്രാക്കിൽ ഓടിക്കുമ്പോൾ അതൊക്കെ ഓഫാക്കിയിട്ട് ഓടിച്ചാൽ യാതൊരു സീനും കേട്ടോ. ഇതവർ ചെയ്തതെന്ന് പറഞ്ഞാൽ മച്ച് മോർ കുറച്ചും കൂടി ബിഗിനർ ഫ്രണ്ട്ലി ആക്കി. അത് ശരിക്കും കൊള്ളാട്ടോ. ഇപ്പോൾ വണ്ടി നോക്കി 80 പോകുമ്പോൾ അധികം വൈബ്രേഷൻ ഫീൽ ചെയ്യണില്ല, അതാണ് വേറെ ചേഞ്ച്. കണ്ട് ഇപ്പോൾ 70 76 പോകുമ്പോൾ അധികം വൈബ്രേഷൻ ഇല്ല. നേരത്തെ ഈ RPM വരുമ്പോഴേക്കും കുറച്ച് വൈബ്രേഷൻ ഫീൽ ചെയ്യാം. പക്ഷെ നോക്ക് എന്ത് സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത്. അപ്പോൾ 87 85 ഒക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ വൈബ്രേഷൻ വരുന്നത് കേട്ടോ. പക്ഷെ കൊള്ളാം, നല്ല ആക്സലേഷൻ ആയിട്ട് വണ്ടി, ഭയങ്കര ഫണ്ണാണ് ഇത് ഓടിച്ചെടുക്കാൻ. ആ വളരെ ഷോർട്ടർ ഗിയറിങ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഷോർട്ടർ ഗിയറിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ആക്സലേഷൻ, സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്തൊക്കെ കൊള്ളാട്ടോ. പിന്നെ വേറൊരു മത്താപ്പുണ്ട് ഇതിന്, GTT എന്ന് പറയും, ഏർബൻ മോഡ്. കണ്ടില്ലേ, ഏർബൻ മോഡിൽ ഒരു പ്രത്യേകത കേട്ടോ. ഏർബൻ മോഡ് നോക്കട്ടെ, ഈ മോഡിലാണ് എല്ലാവർക്കും പ്രശ്നം പറയുക. കാരണം ഇതിലൊരു ഹിഡൻ, കാരണം ഇതിലാണ് GTT അല്ല ഗ്ലൈഡ് ത്രൂ ടെക്നോളജി കൊടുക്കുന്നത് കേട്ടോ. അത് നല്ല ചെറുതായിട്ടൊന്ന് RPM കയറ്റി വെക്കുക. അപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ ഓടിക്കണം, അധികം ക്ലച്ചൊന്നും പിടിക്കേണ്ട. ഏത് ഗിയറിൽ പോയപ്പോൾ ഞാൻ 5th ഗിയറിലാണ് പോകുന്നത്. ഞാൻ ആക്സിലേറ്റർ ഇൻപുട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ കൂടി ബ്രേക്ക് പിടിച്ചാൽ വണ്ടി ഇടിച്ച് നിൽക്കില്ല. കുറച്ചുകൂടെ RPM കയറ്റി വെക്കും കേട്ടോ. ഇത് നമ്മൾ ത്രോട്ട് ക്ലോസ് ചെയ്തിട്ടോ RPM ഡൗൺ ആണല്ലോ പ്രശ്നമാക്കാൻ റിപ്പോർട്ട് ചെയ്യട്ടോ. അത് GTTയുടെ ഫംഗ്ഷനാണ്. ഞാൻ കണ്ട 2nd ഗിയറിലാണ്, ഞാൻ 3rd ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. കണ്ട് അവിടെ നിന്ന് പുള്ളി, ഞാൻ ത്രോട്ടിൽ ഇമ്പോട്ട് കൊടുക്കില്ല, എന്നിട്ട് വണ്ടി പുള്ളി ചെയ്ത് ഒരു മിനിമം സ്പീഡ് എപ്പോഴും കീപ്പ് കേട്ടോ. കയറ്റത്തിലാണ് ഓൾ 6 ഗിയേഴ്സിൽ വർക്ക് ചെയ്യുന്നൊരു ഫീച്ചറാണ്. സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സാണ് എപ്പോഴും TVS ഇറക്കുന്നത്. മത്താപ്പിൻ്റെ കാര്യത്തിൽ TVS സെറ്റപ്പാണ് കേട്ടോ. ഇത് ഓഫാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കീ ഊരി ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് സെറ്റപ്പ് സാധനമാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ പോലീസ് കീ ഊരി എടുക്കാൻ പറ്റില്ല. ഇത് വട്ടറൊക്കെ നിൽക്കിയാൽ അത് നന്നായി, നമ്മുടെ നാടിന് പറ്റിയ സാധനം കേട്ടോ. ഇത് കൊള്ളാം. ഈ ഫീച്ചർ ഞാൻ പെട്ടെന്നാണ് ഈ കത്തിയത്. ഞാനൊക്കെ പണ്ടിങ്ങനെ പണ്ടത്തെ പ്രായത്തിൽ നമുക്ക് ATM ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന സമയത്ത് പോലീസ് പിടിക്കും. അപ്പോൾ ആദ്യം അവർ കീ ഊരിക്കൊണ്ട് പോകും. ഈ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ വേണ്ട, അന്ന് കീ ഊരിക്കൊണ്ട് പോയി കൊണ്ട് ഇടി കിട്ടിയില്ല. കണ്ട. പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ, ഈ ബട്ടൺ ടാപ്പ് ചെയ്ത് അപ്പ് ചെയ്താൽ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ആ സ്റ്റേബിളാണ് വണ്ടി. 6th ഗിയറിൽ സ്പീഡ് കൂട്ടാൻ ഇത് മുകളിൽ നോക്കി പിടിച്ചാൽ സ്പീഡ് കൂടും. 70 ചെറിയൊരു റൈറ്റ് സൈഡ് പുള്ളിങ് ഉണ്ട് ആ വണ്ടിക്ക്. അടിപൊളി ടയർ കേട്ടോ. റോഡ് 5 കൊള്ളാം, പക്ഷെ കിട്ടാനില്ല കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്നാൽ TVS പ്രോട്ടോക്ക് നല്ല, സിയന്ന സ്പോർട്ട് റൈഡ് നല്ല, റേസിൻ്റെ ട്രേസ് റൈഡ് നല്ല, അപ്പോൾ ആൽഫ H1 നല്ല. ഇതൊക്കെയാണ് ഉള്ളിൽ ഇപ്പോൾ കറൻ്റ് നിങ്ങൾക്ക് ഒരു 110 150 സെക്ഷൻ ടയർ നോക്കുവാണെങ്കിൽ ഇതൊക്കെ നല്ല ഓപ്ഷൻ കേട്ടോ. പറന്നു പോണേ, ഓടിക്കാൻ കൊള്ളാം കേട്ടോ. ഇൻ ദ സിറ്റി ഓടിക്കാൻ അടിപൊളി വണ്ടി. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞ 10,000 റുപ്പീസ് ബേസ് വേരിയൻറ്റിൽ കുറച്ചുണ്ട്. നല്ല എർഗണോമിക്സ് ഒക്കെ. ഇത് ഡ്യൂക്ക് 390 കംഫർട്ടബിളാണ്, എവറി ഡേ യൂസ്. ഡ്യൂക്ക് 390 കാലൊക്കെ ബാക്കി വെക്കുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഹീറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ ഹീറ്റിംഗ് കൺട്രോൾഡ് ആണ്. അടിപൊളി ഹീറ്റ് മാനേജ്മെൻറ്റാണ് ഈ മോട്ടോർ സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഓവർ ഹീറ്റ് ആയിട്ടുള്ള, ഇത്രയും കാലം ഞാൻ ട്രാക്കിൽ ഓടിച്ചിട്ട്, ഇത്രയും കാലം നമ്മൾ ഹെവി ട്രാഫിക്കിലൊക്കെ ഓടിച്ച് ടൂറിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതുവരെ എൻ്റെ ഓവർ ഹീറ്റിംഗ് ആയിട്ടില്ല. അടിപൊളി ഹീറ്റ് മാനേജ്മെൻറ്റ് ആട്ടോ RTRൻ്റെ. പിന്നെ എർഗണോമിക്സാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ സ്പോർട്ടി എർഗണോമിക്സാണ് കൊടുത്തത്. അധികം ഓവർലി അഗ്രസീവ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാം. സെറ്റപ്പ് നോക്കണേ. പിന്നെ സീറ്റ്, ആ കൂളിംഗ് സീറ്റ് അവർ കളഞ്ഞ് ഇപ്പോൾ കംഫർട്ടബിൾ സീറ്റാണ് കേട്ടോ. എൻ്റെ കൂളിംഗ് സീറ്റ് ഞാൻ എടുത്ത് പാഡ് ചെയ്ത് എൻ്റെ മുകളിൽ വേറെ സാധനമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. എൻ്റെ ഒരു എന്താ പറയുക, ഒരു പെൽറ്റിയർ മോഡിൽ വെച്ചിട്ട് അത് തണുപ്പിക്കുന്നത് കേട്ടോ. ആ സാധനം നല്ല, ഈ ഹോട്ട് ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ നല്ല സാധനം. പക്ഷെ അവർ എടുത്ത് കളഞ്ഞു. അതും കൂടി വെക്കാമായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അതും കൂടി ഉണ്ടായിരുന്നു. കുറച്ച് മത്താപ്പുണ്ടെങ്കിൽ സിറ്റി ഇപ്പോൾ ഈ ചൂടത്തൊക്കെ ഓടിക്കുമ്പോൾ ചെറിയൊരു തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സുഖമല്ലേ. ആ സെറ്റപ്പ് മിസ്സായി.
ഈ ഷോർട്ട് ഗിയറിങ്ങിൻ്റെ ബാക്കിൽ വലിയ സ്പ്രോക്കറ്റ് കൊടുക്കുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് 6th ഗിയർ ഇൻ ദ സിറ്റി, ഇൻ ദ ഹൈവേസ്, ഈ 60-70 ചില്ലായിട്ട് ഓടിക്കും. അങ്ങനെ ഓടിക്കുമ്പോൾ നമ്മുടെ RPM ലോ ആയിട്ടിരിക്കും, ഗുഡ് ഫ്യൂൽ എക്കോണമി കിട്ടും, നല്ല ഫാസ്റ്റ് ആക്സലേഷൻ കിട്ടും. എവറി ഡേ യൂസ് ആൻഡ് വീക്കെൻഡ് ടൂറിങ് ആൻഡ് ട്രാക്ക് ഓടിക്കാൻ ഒരു വണ്ടിയോട് നേക്കഡ് മോട്ടോർ സൈക്കിൾ, ഗുഡ് ലുക്കിംഗ് നേക്കഡ് മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രെറ്റി ഗുഡ് കേട്ടോ, സ്റ്റിൽ വെരി ഗുഡ്. ബ്രേക്സ് ഒക്കെ അടിപൊളി ബ്രേക്സ് ആണ് കേട്ടോ, ഫീലും ഫീഡ്ബാക്സ് ബ്രേക്സിൻ്റെ അടിപൊളി. ഈവൻ വിത്ത് ABS ഈ വണ്ടി ട്രാക്കിൽ ഓടിക്കാൻ, ആ ട്രാക്ക് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചാൽ എല്ലാത്തിനും ഒന്ന് വെടി കൊടുക്കാം. എല്ലാത്തിനെയും ഓടിച്ചിട്ട് നമുക്ക് വെടി കൊടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്, ABS ഇൻ്റർവീൻ ചെയ്യുന്നുണ്ടോ, സ്പോർട്ട് മോഡ്, ട്രാക്ക് മോഡ്, പല മോഡുണ്ട്. പല മോഡിലും ഇപ്പോൾ എർബൻ മോഡിലും അതേപോലെ റെയിൻ മോഡിലും പവർ കട്ടുണ്ട്. മറ്റേ സ്പോർട്ട് മോഡിലും ട്രാക്ക് മോഡിലും ഫുൾ പവർ കിട്ടുന്നതാണ്. പക്ഷേ ത്രോട്ടിൽ ഇൻപുട്ട് സെൻസിറ്റിവിറ്റി ABS ബ്രേക്കിങ്ങിലാണ് കുറച്ചൊരു ഡിഫറൻസ് കൊടുത്തത്. ABS മോഡ്സ് അത്ര മാത്രം ഇൻട്രൂസീവ് ആയില്ല ട്രാക്ക് മോഡിൽ. സ്പോർട്ട് മോഡിൽ കുറച്ച് ഇൻട്രൂസീവ് ആയിരിക്കും. റെയിൻ മോഡിലും എർബനിലാണ് വളരെ ഇൻട്രൂസീവ് ആയിരിക്കുന്നത്. പക്ഷെ റെസ്പോൺസ് നോക്കിപ്പോൾ ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് സെറ്റപ്പ് ആക്കിയെടുത്ത് നമുക്ക് സിറ്റി കൂടി പോവാം. എർബൻ മോഡിൽ സിറ്റിയാണ് നോക്കേണ്ടത്. കേട്ടോ, GTT ഉണ്ട്. ഇപ്പോൾ ഞാൻ ക്ലച്ച് ഞാൻ റിലീസ് ചെയ്ത് വണ്ടി ഓഫാകത്താണ്. ഒറ്റയടിക്ക് വിട്ടാലും ഓഫായില്ല വണ്ടി. ഗ്ലൈഡ് ത്രൂ ടെക്നോളജി. പിന്നെ ബാറ്ററി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് ഓ മൈ ഗോഡ്, അത് ബ്ലൈൻഡ് ഓവർടേക്കിങ് ചെയ്ത് കേട്ടോ, ഡ്രൈവർ അലേർട്ടും ചെയ്ത്. നമുക്ക് നമ്മുടെ കോർണറിൻ്റെ എക്സിറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ ബ്ലൈൻഡ് ആണെങ്കിൽ ഓവർടേക്ക് ചെയ്ത് അത് റിസ്ക് ആണ്. ഇപ്പോൾ കണ്ടത് അവിടെ ഓപ്പൺ സ്ട്രെച്ച് ഞാൻ കണ്ട്, അവിടെ ആരുമില്ല. ക്ലച്ച് പിടിക്കാണ്ട് പോയി ബ്രേക്ക് അപ്ലൈ ചെയ്ത് കോർണറിലോട്ട് നോക്കി, എന്നിട്ട് എക്സിറ്റ് കാണുമ്പോൾ ഞാൻ റോഡ് കൊടുത്ത് പോകും. അത് വേണം, നെവർ ടേക്ക് എ റിസ്ക് ഓൺ ദ റോഡ്. കാരണം റോഡിൽ ഇങ്ങനെ അക്രമം കാണിച്ചു തരാൻ ട്രോഫി ഇല്ല, റെക്കഗ്നിഷൻ ഒന്നും കിട്ടില്ല, സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടില്ല. ഫണ്ണാണെന്ന് വെച്ചാൽ ഷോർട്ട് ലിവ്ഡ് ആണ്. എനിക്ക് ഡ്യൂക്ക് 390, NS 400, ഗർല 450 അതിനെക്കാട്ടി എല്ലാത്തിനെക്കാട്ടി ഇഷ്ടപ്പെട്ട സസ്പെൻഷൻ സെറ്റപ്പ് ഇതിൻ്റെ കേട്ടോ. ഫോർ റോഡ് റൈഡിങ്, ഫോർ ടൂറിങ്, അതേപോലെ ഫോർ ദ ട്രാക്ക്. ഇത്രയും വേഴ്സറ്റൈലായിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് അടിപൊളി. നടുവിന് അത് അടിയില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതൊക്കെയുണ്ട്. ഫോർ ദ എക്സ്ട്രാ പ്രൈസ് കൂടുതലാണ്, പക്ഷേ കിട്ടുന്ന ഫീച്ചേഴ്സ് എല്ലാവരും കുറ്റം പറയുന്നത് എഞ്ചിൻ്റെ വൈബ്രേഷൻ. എഞ്ചിനൊരു വൈബ്രേഷനൊക്കെ ഉണ്ടാവും, പക്ഷേ അതിപ്പോൾ വളരെ കൺട്രോൾഡ് ആയിട്ടോ. എന്തായാലും ഈ മോഡൽ എന്തായാലും പോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും. പഴയ വണ്ടികളൊന്നും ഓടിക്കേണ്ട, ഈ വരുന്ന വണ്ടി ഒന്ന് ഓടിച്ച് നോക്കട്ടോ. എനിക്ക് തോന്നി ഈ നക്കിൾ ഗാർഡ്സ് ഒക്കെ വന്ന് അതുപോലെ ബാർ ആൻഡ് വെയ്റ്റ്സിൻ്റെ വെയിറ്റ് കൂട്ടി, അതൊക്കെ കൂട്ടിക്കഴിയാൻ വണ്ടിയുടെ വെയിറ്റ് കുറച്ച് കൂട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും സാധനം സെറ്റപ്പായി. വൈബ്രേഷൻ കൊണ്ട് ഹാൻഡ് ബാർ വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. അറ്റ് ലോ RPM, ബിലോ 5000 RPM ഒന്നും വലിയ സീനില്ല. മച്ച് മോർ കൺട്രോൾഡ്. അതാണ് നല്ല ഹീറ്റ് മാനേജ്മെൻറ്റും. നമ്മൾ ഈ ട്രാഫിക് ഹീറ്റിംഗ് ടെസ്റ്റ് ചെയ്യേണ്ട. നട്ടുച്ചക്ക് അറിയാലോ കോയമ്പത്തൂർ എന്ത് പറ്റുമെന്ന്. ചൂട് കത്തുന്ന വെയിലത്ത് നമ്മൾ ഓടിക്കുവാണ്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ചൊക്കെ സെറ്റപ്പാണ് വണ്ടിയുടെ. ആ ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ചേഞ്ചൊക്കെ ബ്രില്യൻ ടെക്നോളജിയാണ്. ആ റിവേഴ്സ് ഇൻക്ലൈൻ എഞ്ചിനാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വീൽ ബേസ് ഷോർട്ടറാക്കാൻ പറ്റി. പക്ഷേ എന്നാലും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരു ലോങ്ങർ സ്വിങ് ആമുണ്ട്. ടെക്നോളജി പരമായിട്ട് സാധനം സെറ്റപ്പാണ്. ഹാൻഡിൽ ലെഫ്റ്റ് റൈറ്റ് കണ്ടോ, ഭയങ്കര ആജൈലാണ്, നിമ്പിൾനെസ്സാണ്. പിന്നെ ടെയിൽ സെക്ഷൻ കണ്ടില്ല. പിന്നെ അഗ്രസീവായിട്ട് ബ്രേക്ക് പിടിച്ചാൽ മിന്നി കത്തോട്ടോ. ഇമർജൻസി അത്ര ഇലക്ട്രോണിക്സ് ആണ്. എന്തൊക്കെ ഇലക്ട്രോണിക്സാണ്. ഇതിൻ്റെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പറയാൻ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്രയും ഇൻഡെപ്ത് ആയിട്ട് എല്ലാ ഇലക്ട്രോണിക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് കണ്ട. ഞാനിപ്പോൾ ക്ലച്ച് യൂസൊന്നും ചെയ്യുന്നില്ല, ആക്സിലേറ്റർ ഇപ്പോഴൊന്നും കൊടുക്കണില്ല. അവിടെ നിന്ന് തൊട്ട് കൊടുത്താൽ കണ്ട ചെയിൻ അടിയൊന്നും ഇല്ലാണ്ട് കയറും. അതാണ് ഗ്ലൈഡ് ത്രൂ ടെക്നോളജിയുടെ പ്രത്യേകത കേട്ടോ. ഒരു മിനിമം RPM കീപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരു മിനിമം സ്പീഡ് എപ്പോഴും നിൽക്കും. വണ്ടി ഇടിച്ചു ഓഫാവില്ല. കയറ്റം കയറുവാണെങ്കിൽ ആ മിനിമം സ്പീഡ് കീപ്പ് ചെയ്ത് പോകും. പിന്നെ അടിപൊളി ക്വിക്ക് ഷിഫ്റ്ററാണ്. ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റും ചെയ്യുന്ന, ഡൗൺ ഷിഫ്റ്റും ചെയ്യുന്ന കേട്ടോ. പിന്നെ കണ്ട് അത്രയും സെറ്റപ്പാണ്. ത്രോട്ടിൽ ക്ലോസ് ചെയ്യുക, ഡൗൺ ഷിഫ്റ്റ്. സ്റ്റെബിലിറ്റി കണ്ട. ഇങ്ങനെയൊക്കെ ഒരു നോർമൽ മോട്ടോർ സൈക്കിൾ അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് റിയർ ലോക്ക് ചെയ്ത് എറിയും. സെറ്റപ്പ് നോക്കണേ. പിന്നെ ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈബ്രേഷൻ ടൂറിങ് സമയത്ത് ഒരു 100 അബോവിലൊക്കെ മെയിൻ എക്സ്പ്രസ് വേയിലൂടെ ഓടിക്കുമ്പോൾ 100+ ഈസിലി ടൂർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഓവർ ടൈം നമ്മുടെ ഗ്ലൗസിലൊരു തരിപ്പ്, നമ്മുടെ കൈക്കൊക്കെ ഒരു തരിപ്പ് ഇട്ടോ. അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത് മിക്ക ചെയ്യുന്ന പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കത്തുണ്ട്. ഇപ്പം ഞാൻ ഫുള്ളി ഗിയർ. അപ്പോൾ റൈഡിങ് ബൂട്ട്സാണ്, റൈഡിങ് ഗ്ലൗസാണ്, റൈഡിങ് ജാക്കറ്റാണ്, റൈഡിങ് ജീൻസാണ്, വിത്ത് പ്രോപ്പർ ഹെൽമെറ്റ്, വിത്ത് ഇയർ പ്ലഗ്സ് ഒക്കെ ഓടിക്കുമ്പോൾ എനിക്ക് വലിയ സീൻ തോന്നാറില്ല. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് ആ വൈബ്രേഷൻ ഓവർ ടൈം ലോങ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഓടിക്കുമ്പോൾ ഏകദേശം 10 hours ഓഫ് റൈഡിങ് ഉണ്ടെങ്കിൽ കൈകൊക്കെ തരിപ്പ് കിട്ടും. ഞാൻ ഈ വണ്ടി വെച്ചിട്ട് ഇതിൻ്റെ 6ാമത്തെ വട്ടം വെച്ചിട്ട് 24 hours എൻഡ്യൂറൻസ് ഓടിച്ചാൽ എൻ്റെ അമ്മ എൻ്റെ കൈയൊക്കെ അവസാനം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല അവസാനം നിർത്താൻ. ഇങ്ങനെ വന്ന് പയ്യൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കടാ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് വലിച്ചത്. അതിൻ്റെ വീഡിയോ ഇവിടെ കൊടുത്തിട്ട് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്ക്. ഈവൻ ദ റിയർ ബ്രേക്സ് ഉള്ളതായിട്ട് വണ്ടിയുടെ. ചില മോട്ടോർ സൈക്കിളിൻ്റെയൊക്കെ റിയർ ബ്രേക്ക് ഒന്നും അത്ര ഒട്ടും സെറ്റപ്പ് ഉണ്ടായില്ല. ഇപ്പോൾ ഡ്യൂക്ക് 390 എടുത്താൽ പെട്ടെന്ന് ഫെയ്ഡാവും, അത്ര ഹീറ്റിങ് കൊണ്ടിട്ട് പെട്ടെന്ന് ഓവർ ഹീറ്റായി. പക്ഷെ ഇതിൻ്റെ കൊള്ളാം. പിന്നെ ഇത് ഡ്യൂക്കിൻ്റെ അത്ര പവർ ഉണ്ടാക്കുന്നില്ലല്ലോ. അതാണ് ഈ പവർ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഏകദേശം 36 horse പവർ, സിമിലർ പ്രീവിയസ് ജനറേഷൻ പോലെ തന്നെ 35.6 horse പവർ, 29 Nm ഓഫ് ടോർക്ക്. ആ പ്രൈസിന് ഇത് വേർത്തിട്ടാണെന്ന് കുറേ പേര് ചോദിക്കും. ഇറ്റ്സ് ദ ഹാർഡ്വെയർ, നോട്ട് ദ ഹോഴ്സ് പവർ, ഇറ്റ്സ് ദ ഹാർഡ്വെയർ. അതാണ് ചേഞ്ച്. പക്ഷെ ഇങ്ങനത്തെ ബാഡ് റോഡ്സിൽ ഡ്യൂക്ക് 390 ഒക്കെ കൊടുക്കുക ഹീറ്റിംഗ് വരും. ഗർല 450 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റിംഗ് ഉണ്ടാവും. ഇത്ര സ്ലോ സ്പീഡിൽ ഇത്രയും പൊരിഞ്ഞ ചൂടിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റിംഗ്. ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് കൊള്ളാം, ഓവർ ഹീറ്റിംഗ് ഇല്ല. പിന്നെ ഒരു സോളിഡ് റിലയബിൾ എഞ്ചിനാട്ടോ. ഈ എഞ്ചിൻ വെച്ചിട്ട് അങ്ങനെ പൊട്ടണ ഇഷ്യൂ ആയിട്ട് ഒരാളും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഞാൻ ട്രാക്ക് അത്രയും ഓടിച്ചു. ഗോകാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി കൂടുതൽ ഓടിച്ചൊക്കെ ട്രാക്കിലാണ്, റോഡിനെക്കാട്ടിയും കൂടുതൽ. ഞാൻ ഇടയ്ക്ക് കുറച്ച് ബാംഗ്ലൂർ ടെപ്സ്, ഡൈനോ റൺസ്, ECU ട്യൂണിങ് കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ വണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും ഞാൻ അബ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൺ ദ റേസ് ട്രാക്കാണ്. കോസ്റ്റിലാണെങ്കിലും MMRTയിലാണെങ്കിലും അതേപോലെ ഗോകാട്ട, തൃശ്ശൂർ സ്പീഡ് വേയിലാണെങ്കിലും അറുവാണി ഗ്രിഡിലാണെങ്കിലും എല്ലായിടത്തും കൊണ്ട് ഈ വണ്ടിയുടെ അക്രമം കാണിക്കും, ഓടിച്ചുകൊണ്ട് പോയി കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ എനിക്ക് വേറൊരു സാധനം പറയാനുള്ളത്, ഇതെനിക്ക് കുറച്ചും കൂടി ഫ്രണ്ട് ആൻഡ് സ്റ്റേബിൾ ഫീലിംഗ് ആയിട്ട്. ആ സ്റ്റാൻഷ്യൻ്റെ സൈസ് കൂട്ടിയെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്, അതിൻ്റെ ആയിക്കോട്ടോ. ഓ പറന്ന് അങ്ങനെയൊന്നും പറക്കേണ്ട ആവശ്യമില്ല. ഓ എന്താണല്ലേ, എല്ലാവരും റോട്ടിൽ പറക്കും കണ്ടില്ലേ, പറന്നു പോട്ടെ, എല്ലാവരും പോട്ടെ, നമുക്കതൊന്നും വിഷയമുള്ള കാര്യമില്ല. നമുക്ക് ട്രാക്കിലടിക്കാം, അതല്ലേ ഹീറോയിസാണ്. സ്ട്രേറ്റ് റോഡിൽ ആർക്ക് കൈ തിരിച്ചാലും വണ്ടി പറക്കും, അതിന് സ്കില്ലില്ല. ഓൺ ദ റേസ് ട്രാക്ക് നമുക്ക് ഈ പോയ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. 10 പേരെ നമുക്ക് ഓവർലാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതൊരു നല്ല ചാലഞ്ച് അല്ലേ? എന്താണല്ലേ, ഓ വണ്ടി കുറച്ച് സ്മൂത്തറായില്ല. ഓഹോ, ടയേഴ്സ് ബോമാണോ മക്കളെ? ഓ അടിപൊളി കേട്ടോ, എൻ്റെ വണ്ടിയെക്കാട്ടി സ്മൂത്തറായ പോലെ. ഷിഫ്റ്റ് പഴം, ഹാർഡ് ബ്രേക്ക്, അത്ര ബ്രേക്ക് വേണ്ട, പറക്ക. ഞാൻ വന്നു മക്കളെ, ഞാനൊന്ന് റിട്ടയർ ആവാൻ വിചാരിച്ചതാ. കട്ടുടേ, ഓ എന്ത് സെറ്റപ്പ് വണ്ടി, ഇത്ര ഹാൻഡിലിംഗ് ഉണ്ടായിരുന്നാ. കൊടുക്കാം, നമ്മ ബാക്കിൽ നിന്നാ സ്റ്റാർട്ട് ചെയ്ത. എല്ലാത്തിനും വേണ്ടി ഫ്രം കേരള പിടിച്ചു തുടങ്ങാം. അക്രമം കാണിക്കാൻ പോവാട്ടോ. ഒരെണ്ണത്തിന് ഓവർടേക്ക് ഇനി മാറണം, കാണിച്ച കേട്ടാ. മാറണം, അക്രമം. ഓ എന്താണ് ആ ട്രാക്ക് കൺട്രോളിന്റെ പ്രത്യേകത. ഇതങ്ങനെ ലീൻ ചെയ്യുന്നുണ്ട് ട്രെയിനിലായിട്ട്. കുറച്ച് സ്പീഡ് കൂടിപ്പോയി, കുറച്ച് സ്പീഡൊന്ന് കൂടിപ്പോയി മക്കളെ, ക്ഷമിക്കണം. ഓവർ ഷൂട്ട് ചെയ്ത് വേണ്ട. 3 പേര് അവിടെ ഉണ്ട്, 3 പേര്. ഓവർ പോയി. കറക്ക് വണ്ടി പോയി ട്രാക്ടറൊക്കെ ഉള്ളതുകൊണ്ട് മെനകെട്ട സാധനം.
കിങ്കാട്ടൻ. മക്കളെ ഈ സ്ലൈഡർ തേഞ്ഞു ഈ സ്ലൈഡർ പോയി മക്കളെ എല്ലാവരും ഓട്ടേക്കാം. ഫുൾ ഹൗസ് നമ്മളെല്ലാവരും ഓട്ടേക്ക്. എപ്പോഴും എങ്ങോട്ടാ പോട്ടെ അങ്ങോട്ട് നോക്കി ഫുൾ ക്ലോസ്. എൻ്റെ ഈ സ്ലൈഡർ തേഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഉടക്കാറില്ല. എത്ര പറയണം തേഞ്ഞതാണ്. പറഞ്ഞു 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 കാനും മുട്ടും തലയൊക്കെ വരും. അതാണ് എനിക്ക് പറഞ്ഞത്. പിക്കണോ ഓമലാപ്പിയിൽ കൊടുക്കാലോ. അയ്യോ ഓവർലാപ്പ് ടൈമായി. ഓവർലാപ്പ് ഞാൻ കുറച്ചധികം ഓവറായല്ലോ. രാവിലെ സമാധാനം കൊടുക്കും. എന്തിന് വണ്ടി കൊള്ളാട്ടാ. ഞാൻ RTR 310 മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 year കഴിയുന്നു കേട്ടോ. അപ്പോഴേക്കും അവർ Gen 2 ഇറക്കിയേക്കുന്നു. ഓൾറെഡി RTR 310 കുറേ ഇലക്ട്രോണിക് ഫീച്ചർ, ക്രൂസ് കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ് ക്രൂസ് കൺട്രോൾ, അങ്ങനെ എല്ലാ തരം മത്താപ്പ് ഓൾറെഡി വണ്ടി കൊടുത്ത്. ഇപ്പോൾ Gen 2, ഞാൻ Gen 2 എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ അപ്ഡേറ്റഡ് RTR 310 ഇപ്പോൾ കീലെസ് റൈഡ്, കീലെസ് ഇഗ്നിഷൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ടാങ്ക് സീറ്റിന് കീ ഉപയോഗിക്കണം കേട്ടോ. ബാക്കി ഇഗ്നിഷൻ കംപ്ലീറ്റ്ലി കീലെസ് ആയി. ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ പോലീസ് ഒന്ന് കീയൊക്കെ ഊരാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഊരിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് നല്ല സെറ്റപ്പ്. നമുക്ക് കീ ഒപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5 feet ഉള്ളിലൊക്കെയാണെങ്കിൽ വലിയ സീൻ. ഏകദേശം കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കും. എത്ര ഡിസ്റ്റൻസ് വരെ വർക്ക് ചെയ്യുന്ന എക്സാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ കീ ഇപ്പോൾ സീറ്റിൻ്റെ അടി വെച്ചേക്കുക. ലോക്കായി പോയി പോയെന്നാൽ എൻ്റെ സ്പെയർ കീ ഉണ്ടെങ്കിൽ ഇനി സീറ്റ് തുറക്കാൻ പറ്റും. അപ്പോൾ സീറ്റും അതേപോലെ ടാങ്ക് ഫ്യൂൽ അടിക്കാൻ നമുക്ക് കീ വേണം കേട്ടോ. കീയുടെ അകത്ത് തന്നെ അതിൻ്റെ ഫിസിക്കൽ കീ ഉണ്ട്. അത് യൂസ് ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്യാം. ഫ്യൂൽ അടിക്കാനും സീറ്റ് ഓപ്പൺ ചെയ്യാൻ കീ വേണം. അതല്ലെങ്കിൽ നമ്മുടെ കീ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് ഓഫ് എ ബട്ടണിൽ നമുക്ക് വണ്ടി ഇതേ ഇഗ്നിഷൻ ഓൺ ആക്കി പിന്നെ നമുക്ക് മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിന് പോകാൻ പറ്റുന്ന. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന ഒരു മത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ടോക്ക് കൺട്രോൾ. നമ്മൾ അഗ്രസീവായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്ക് റിയർ ലോക്കിംഗ് ഹോപ്പിംഗ് സ്ലിപ്പൊക്കെ ചെയ്യില്ലേ, അത് കുറച്ചും കൂടിയായിട്ട് ഫൈൻ ടു ചെയ്ത് ത്രോട്ടിൽ കൺട്രോൾ ചെയ്തിട്ട് ഇപ്പോൾ ഗ്രിപ്പ് കുറഞ്ഞ സർഫസിലൊക്കെ നമ്മൾ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ സ്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ റിയർ ലോക്ക് ആയില്ലേ, ഇതിലൊരു തുള്ളി ലോക്കില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ റൈഡിങ് മോഡ്സില്ലേ അത് കുറച്ച് സ്മൂത്തറാക്കി. ഇതിൻ്റെ സ്പോർട്ട് മോഡ്, ട്രാക്ക് മോഡ്, പഴയ RTR 310 ത്രോട്ടിൽ കൊടുക്കാൻ ഭയങ്കര പിച്ച് ചാടി തുള്ളിയല്ലേ പോകുന്നത്. അത് കുറച്ചൊക്കെ ഇഷ്ടം. എനിക്ക് പേഴ്സണലി ഒന്ന് റേസ് ട്രാക്ക് ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര എഫേർട്ട്, വണ്ടി ഇങ്ങനെ കൊടയണം കുലിക്കുന്നതൊക്കെ ഇഷ്ടം. പക്ഷേ മെജോറിറ്റി ഓഫ് ഓഡിയൻസ് അങ്ങനെ ട്രാക്കിൽ ഓടിക്കുന്നവരില്ല. റോഡിൽ ഓടിക്കുമ്പോൾ ഇങ്ങനെ ചാടി പോകുമ്പോഴേക്കും അത് ഇഷ്ടമല്ല. അത് കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇത് കൊടുത്തത്. കുറച്ചുകൂടി മൈൽഡ് ട്യൂൺ, ലീനിയർ ആയിട്ട് ആ ത്രോട്ടിൽ ഡെലിവറി അവർ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു പവർ ഡ്രോപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ട്രാക്കിൽ ഓടിച്ചാൽ 154 km/h പോയിരിക്കുന്നത്. പഴയ ജനറേഷൻ മോട്ടോർ സൈക്കിൾ ഞാൻ 161 കയറ്റുന്ന എൻ്റെ ഓർമ്മ ഫ്രം മൈ മെമ്മറി ഞാൻ റീകളക്ട് ചെയ്ത് എടുക്കും കേട്ടോ. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത് പുതിയ മോഡലിൽ ഇപ്പോൾ ഞാൻ 2 എക്സ്ട്രാ ഓട്ടോ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഡീറ്റ്യൂൺ ചെയ്ത് ഡീറ്റ്യൂൺ ചെയ്തുകൊണ്ട് പവർ ടോപ്പ് ആൻഡ് പവറിലില്ല, പക്ഷേ ലോ ആൻഡ് മിഡ് റേഞ്ച് കുറച്ച് കുറഞ്ഞ പോലെയുണ്ട്. പക്ഷേ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി സ്മൂത്ത്. ബിലോ 6000 RPM അധികം വൈബ്രേഷൻ, അബോവ് 6000 RPM 6 to 7000 8000 RPM അതിൻ്റെ ഇടയിൽ ആ വൈബ്രേഷൻ വരുന്നത്. സീറ്റിന് ഇവിടെ വൈബ്രേഷൻ വരും, ടാങ്കിൻ്റെ ഇവിടെ വൈബ്രേഷൻ വരും, ഫുഡ് പെഗ് ബാറിൻ്റെ ഒക്കെ വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ഓൺ ദ ഗ്രിപ്സ് ഇപ്പോൾ ഈ നക്കിൾ ഗാർഡ് കൊടുത്തുകൊണ്ട് എക്സ്ട്രാ വെയിറ്റ് ആഡഡ് ടു ദ ഹാൻഡിൽ ബാർ, അതുപോലെ ബാറിൻ്റെ വരുമ്പോഴേക്കും അതിൻ്റെ കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് നീഡ്സ് മോർ എനർജി, മോർ വൈബ്രേഷൻ ടു മേക്ക് ഇറ്റ് വൈബ്രേറ്റ്. അപ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ബാറിൻ വെയിറ്റ്സ് യൂസ് ചെയ്യും. ഓൾറെഡി അവർ വലിയ ബാറിൻ വെയിറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ. വൈബ്രേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കാം മച്ച് മോർ കൺട്രോൾഡ്, മച്ച് മോർ ലിവബിളായി. ഇപ്പോൾ ഞാൻ ഓടിക്കും ഭയങ്കര സ്മൂത്തായി. അതാണ് ആ പവർ ഡീറ്റ്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്നാൽ ഡ്രാഗ് ടോക്ക് കൺട്രോൾ, അഗ്രസീവായിട്ട് സ്ലിപ്പറി സർഫസിലൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്താൽ റിയർ ലോക്കിംഗ് ആണ്. സ്ലിപ്പറൊക്കെ ചോലെ പക്ഷേ കുറച്ചും കൂടി അവർ ത്രോട്ടിൽ കട്ട് ചെയ്തിട്ട് അപ്പോൾ അതുപോലെ കോർണറിങ് ഡ്രാഗ് ടോക്ക് കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ കോർണർ എൻട്രിക്ക് മുമ്പായിട്ട് ലീനിൽ വിത്ത് IMU അസിസ്റ്റ് വെച്ചിട്ട് വണ്ടി എത്രത്തോളം ചരിഞ്ഞ് നേരെയാണ്, ടിൽറ്റഡ് ആണ്, ഫ്രണ്ടിലോട്ടാണ്, ബാക്കിലോട്ട്, അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ത്രോട്ടിൽ ഇൻപുട്ട് പവർ ഡെലിവറി ക്യാൻസൽ ചെയ്തിട്ട് റിയർ വ്യൂ സ്ലിപ്പേജ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മത്താപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ട്രാക്കിൽ ഓടിച്ചപ്പോഴുള്ള അഡ്വാൻറ്റേജ്. ഞാൻ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ സ്മൂത്തറാണ്. പഴയ RTR 310 ചെയ്യുമ്പോൾ ചെറിയൊരു അടിപൊളി റേസ് ടോൺ സ്ലിപ്പൊക്കെ വെച്ചാൽ പക്ഷേ ചെറിയൊരു ലോക്കിംഗ് ഫ്രം ദ 6th to 3rd ലോക്കായിട്ട്
ഫ്രം ദ 6th ഗിയർ ടു ദ 3rd ഗിയർ ആകുമ്പോൾ ചെറിയ ലോക്ക് ചെയ്യാം, ഇത് അത് ക്യാൻസൽ ഔട്ടാണ്. പക്ഷെ പഴയതിൻ്റെ അത്ര പവർ, ആ റോനെസ് ഇല്ല, കുറച്ചും കൂടി മൈൽഡറായി. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റിഡക്ഷൻ ഇപ്പോൾ 2.39 lakhs എക്സ്ഷോറും കൊച്ചിയിലെ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല BTOയുടെ കിറ്റിൻ്റെ BTOയിൽ പ്രൈസ് റിഡക്ഷൻ ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്താണ്, കയറി ചെക്കൗട്ട്. 2.75 lakhs എക്സ്ഷോറൂമിലാണ് BTO സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ വേറെ കാര്യം പറയാൻ വിട്ടുപോയെന്നാണ്, ഇതിന് ആ 43mm അപ്സൈഡ് ഡൗൺ ഫോർക്കാ കൊടുത്ത ഇന്നർ ട്യൂബ് വലുതാണ്. അപ്പോൾ ഒരു വലിയ ഇന്നർ ട്യൂബ് കൊടുത്തതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൺ ദ റേസ് ട്രാക്ക് കിട്ടുന്ന ഫീൽ ആൻഡ് ഫീഡ്ബാക്ക്, ആ സ്റ്റേബിലിറ്റി, ആ ഫ്രണ്ട് ടയർ എന്താ ചെയ്യുന്നത് എനിക്ക് മച്ച് മോർ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് കോൺട്രോൾ ചെയ്യാൻ പറ്റി. അത് ഈ സസ്പെൻഷൻ്റെ ഉള്ളിലത്തെ ഡാമ്പിങ്ങിന് എന്തെങ്കിലും ചേഞ്ച് ചെയ്തോ. ഞാൻ എൻ്റെ നോർമലായിട്ട് റൈഡ് ചെയ്യുന്ന കംപ്രഷൻ റീബൗണ്ട് വാല്യൂസാണ് കൊടുത്തത്. പ്രീലോഡ് ഞാൻ എങ്ങനെ വെച്ചിരിക്കാം അതേപോലെ സെറ്റ് ചെയ്തിരിക്കുക. പ്രീലോഡ് ഞാൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തില്ല. പക്ഷേ ദ ഫീൽ ആൻഡ് ഫീൽ മച്ച് ഡിഫറെൻ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ടയേഴ്സ് റോഡ് ഫൈറ്റ് അത് എക്സലൻറ്റ് ടയേഴ്സാണ്. പക്ഷേ TVS പ്രോട്ടോക്കിന് അത്ര എഡ്ജ് ഗ്രിപ്പില്ല. ഞാൻ ചെറുതായിട്ട് കോർണർ നേരത്തെ കൊടുത്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ടയർ ചെറുതായി പോകുന്നു. പക്ഷേ ഇതിൻ്റെ ഇലക്ട്രോണിക്സ്, ആ കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ എല്ലാം ഇൻ്റർവ്യൂൻ ചെയ്ത പവർ കട്ട് ചെയ്യുവാണ്. അതാണ് ഇത് ഫുൾ ഇലക്ട്രോണിക് പാക്കേജാണ്. നിങ്ങൾക്ക് റോഡ് യൂസ് ചെയ്യാം, സ്പോർട്ട് ടൂറിങ് ചെയ്യാം, കംഫർട്ടബിൾ ആയിട്ട് എവറി ഡേ യൂസ് ചെയ്യാം, സിറ്റിയിൽ യൂസ് ചെയ്യാം. അടിപൊളി മോട്ടോർ സൈക്കിളാണ്. നല്ല ഫ്യൂൽ എക്കോണമി കിട്ടും. 36 കിലോമീറ്റർ ലിറ്റർ ഫ്യൂൽ എക്കോണമി. മര്യാദ ഓടിച്ചാൽ അക്രം കാണിച്ച് ഓടിച്ചാൽ ഒരു 25-26 ഫ്യൂൽ എക്കോണമി കിട്ടും. പിന്നെ അത് ഈ ഹീറ്റിങ്ങിൽ വെൽ കൺട്രോൾഡ് ഹീറ്റ് മാനേജ്മെൻ്റ് ആണ് ഈ മോട്ടോർ സൈക്കിളിന് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ സെറ്റപ്പാണ്. പക്ഷേ ഇത് അവർ ഫസ്റ്റ് ജനറേഷനിൽ ഇറക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ വൈബ്രേഷൻ കുറച്ചുകൂടി കൺട്രോൾഡ് ആയിരുന്നു. കുറച്ചും കൂടി ഈ യൂണിറ്റ്സ് സെയിൽ ആകാൻ പറ്റിയത്. ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഈ വേരിയൻറ്റ് Gen 2 വേരിയൻറ്റ് പോയി ടെസ്റ്റ് റൈഡ് ചെയ്യണം കേട്ടോ. അത് ചെയ്തതിന് ഇതിൻ്റെ ടാങ്കിൻ്റെ ഇടയിലൊക്കെ പാഡിങ് വെച്ചിട്ട് വൈബ്രേഷൻ ഡാമ്പൻ ചെയ്യാൻ വേണ്ടി ബിഗ്ഗർ ബാർ ആൻഡ് വെയ്റ്റ്സ് ആ കൊടുത്തേക്കുന്ന നക്കിൾ ഗാർഡ്സ് ഉള്ള വേരിയൻറ്റ് വേണം പോയി ടെസ്റ്റ് റൈഡ്. അത് ടെസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് മനസ്സിലായി കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് ടേമറായിട്ട് കുറച്ചും കൂടി സ്മൂത്തറായിട്ടുള്ള മോട്ടോർ സൈക്കിൾ. ഞാൻ പറയാം ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു ആ റഫ്നെസ്സിൽ അത് കുറച്ചും കൂടി സ്മൂത്തായി അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് കമൻറ്റ് ഡൗൺ ബിലോ. ഇൻ മൈ ഒപ്പീനിയൻ ശരിക്കും എൻ്റെ വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടി ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വണ്ടി ഓടിച്ചാൽ എന്നിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ മച്ച് മോർ സ്മൂത്തറായിട്ടുള്ള ഫീലിംഗ്, ആ വൈബ്രേഷൻ കുറച്ചുകൂടി കുറഞ്ഞു. അപ്പോൾ അതാണ് ഇത് ഓൾമോസ്റ്റ് ദ ഫൈനൽ ഹൈട്രേഷൻ ഓഫ് ദിസ് എഞ്ചിനാണ് കേട്ടോ. ഈ എഞ്ചിന് മാക്സിമം അവർക്ക് റിഫൈൻമെൻറ്റ് ആക്കാൻ പറ്റുന്ന അത്ര റിഫൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ എഞ്ചിൻ ഇത് ഹുസ്ക്വാറിൽ നിന്ന് വന്ന എഞ്ചിനാണ്. ഹുസ്ക്വാറിന് BMW ഉണ്ടായിരുന്ന ടൈമിലുണ്ടായിരുന്ന ഒരു എഞ്ചിൻ സെറ്റപ്പ്, ആ റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ റിഫൈൻമെൻറ്റ് ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ബിഗ് സിംഗിൾ സിലിണ്ടേഴ്സ് അത് വൈബ്രേറ്റ് ചെയ്യും. ഇതിപ്പോൾ സ്പീഡ് 400, ഗറില്ല 450, ഈ ഡ്യൂക്ക് 390, NS 400 ആ ലെവൽ ഓഫ് റിഫൈൻമെൻറ്റ് അത്രമാത്രം സ്മൂത്ത്, കുറച്ചൊന്ന് റഫർ സൈഡ്. പക്ഷേ ഇത് ഓഫർ ചെയ്യുന്ന ഹാൻഡ്ലിങ്, ബ്രേക്കിംഗ്, ഇലക്ട്രോണിക്സിലാണ് ഇത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലുക്സ്, ഈ എക്സോസ്റ്റ് സിസ്റ്റം മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് വേറെ ലെവലാണ്. സംതിങ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡിസൈനിൽ ഇത്ര സെറ്റപ്പുള്ള വേറെ വണ്ടിയുണ്ടോ? ഓവറോൾ സെറ്റപ്പാണ്. ഇൻ മൈ ഒപ്പീനിയൻ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിൾസ് സ്റ്റില്ലാണ്. ഇത് TVS ബ്രാൻഡിങ്, ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് കുറവൊക്കെ പ്രശ്നമുള്ള. പക്ഷേ ഇഫ് യു ആർ ഇൻ കൊച്ചിൻ TVS ഉണ്ട്, വൈറ്റില കൊച്ചിൻ TVS ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും. പ്രോപ്പർ ഗുഡ് സർവീസ്. എൻ്റെ മോട്ടോർ സൈക്കിൾസ്, എൻ്റെ TVS RTR 310 ഞാൻ സർവീസ് ചെയ്യുന്ന കൊച്ചിൻ TVSല ഇതുവരെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യില്ല. അവിടെ ശ്രീകാന്തായിട്ടുണ്ട്. നിങ്ങൾക്ക് 310 മോട്ടോർ സൈക്കിൾ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതിന് ട്രൈ വൈറ്റില കൊച്ചിൻ TVS ഉണ്ട്. അവിടെ ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിൽ വെച്ച് അടിപൊളി സർവീസ്. എനിക്ക് ഇതുവരെ വേറെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. അത് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ഈ എക്സോസ്റ്റ് ആയിരിക്കും. അതർ ദാൻ ദാറ്റ് ബ്രില്യൻ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. കേപ്പബിൾ ഞാൻ കാണിച്ചതല്ലോ. റോഡിൽ ഞാൻ 80-60 പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒന്ന് റേസ് ട്രാക്ക് റെവ് ലിമിറ്റ് അടിച്ചാണ് ഓടിക്കുന്നത്. അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ. കട്ട് ഓഫ് അടിച്ചുകൊണ്ട് ഇൻടു ആ കോർണർ, അത്രയും ഹാൻഡ്ലിംഗ് ആണ് വണ്ടി. ഞാൻ എത്രയും ലീനായിട്ട് എൻ്റെ ഫുഡ് പെക്ക് സ്ക്രേപ്പിങ്, എൻ്റെ ബൂട്ട് ഒരഞ്ഞ് തേഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വിഷമമാകും. ആൽപൈൻസ്റ്റൈൻ്റെ സൂപ്പർ ടെക്കാറ വില കൂടിയ ബൂട്ടാണ്. അപ്പോൾ അതിങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്നാലും ദ പ്യോർ ഫൺ, അത്രയും ഹാൻഡ്ലിംഗ് ആണ്. ബ്രില്യൻ മോട്ടോർ സൈക്കിൾ. നിങ്ങൾക്ക് സിറ്റി യൂസ് ചെയ്യാം, കമ്മ്യൂട്ടിങ് ചെയ്യാം, എവറി ഡേ യൂസ് ചെയ്യുക, സ്പോർട്ട് ടൂറിങ് ചെയ്യുക. നിങ്ങൾക്ക് ബാക്കിൽ ഞാൻ ഒരു ക്യാരിയർ വെച്ചിട്ട് ആ സാധനം കെട്ടി വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ചെയ്യാം. ഇതിനൊരു ടോളർ വിൻഷീൽഡ് വെച്ചാൽ നിങ്ങൾക്ക് വിൻഡ് ബ്ലാസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഓവറോൾ സെറ്റപ്പാണ് കേട്ടോ. ഓവറോൾ സെറ്റപ്പ്. ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിൾ ഇൻ മൈ ഒപ്പീനിയൻ കേട്ടോ. സോ പണ്ട് ഞാൻ BS3 ഡ്യൂക്ക് 390 ചെയ്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ RTR 310 ചെയ്ത വണ്ടിയൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഓടിച്ചിട്ട് പോയി ട്രാക്ക് ഡേ ചെയ്ത് തിരിച്ചു വരാം. ഇപ്പോൾ BS3യുടെ പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ്. അത്രമാത്രം റിലയബിൾ അല്ല. എപ്പോഴും ഇഷ്യൂസ്, കൂളൻ മിക്സിങ് ഇഷ്യൂസൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദ RTR എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് റഫർ സൈഡാണ്, കുറച്ചൊന്ന് എന്താ റോനെസ് ഉണ്ട്. പക്ഷേ മച്ച് മോർ റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ ആദ്യം കിട്ടിയ എങ്ങനെയാണോ അതുപോലെ ഇപ്പോഴും ആഫ്റ്റർ 10,000 കിലോമീറ്റേഴ്സ് ഓഫ് ട്രാക്ക് റൈഡിങ്, ഗോ കാർട്ട് റൈഡിങ്, റോഡ് റൈഡിങ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇപ്പോഴും ആദ്യം എങ്ങനെ ഷോറൂമിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെ ഇപ്പോഴും ഓടുന്നത്. പക്ഷേ KTMs അങ്ങനെയല്ലോ. KTMs ആൻഡ് ബജാജ് അങ്ങനെയല്ല. ജാപ്പനീസ് ഞാൻ പറയുന്നില്ല. പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് ആദ്യം കിട്ടുന്ന കണ്ടീഷനിൽ കുറച്ചൊരു കിലോമീറ്റർ കഴിയുമ്പോൾ കിട്ടുന്ന കണ്ടീഷൻ ഭയങ്കര റഫ്നെസ് വരും. പക്ഷേ ഈ എഞ്ചിൻ ത്രൂ ഔട്ട് ഓവറോൾ സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത്.
അതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ പറയാണ്ട്, കുറേ മത്താപ്പ് നിറഞ്ഞ മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ഡസ് ഇറ്റ് മേക്ക് സെൻസ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എനി ബിറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഒരു ബിഗിനർ റൈഡർ ഹെൽപ്ഫുൾ ആയി. ഞാൻ പറഞ്ഞില്ല ട്രാക്ഷൻ കൺട്രോൾ ഞാൻ ആദ്യം യൂസ്ഫുൾ അല്ലെന്ന് ആദ്യം പറഞ്ഞത്. പക്ഷേ എനിക്ക് ചില സാഹചര്യത്തിൽ ഞാൻ വെള്ളത്തിൽ കോണ്ടൊക്കെ ചിലപ്പോൾ ബാക്ക് സ്ലൈഡ് പെട്ടെന്ന് പവർ കട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഓക്കെ അങ്ങനെ ഞാൻ ചെയ്തത് ചിലപ്പോൾ ഞാൻ ക്രാഷ് ചെയ്യാൻ അവിടെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ സേവ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഫീച്ചേഴ്സാണ്. ഡുവൽ ചാനൽ ABS ആണ്, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട്, ക്ലച്ച് പിടിക്കാൻ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാം, ക്രൂസ് കൺട്രോൾ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിന് ഒരു ബട്ടൺ ടാപ്പ് ചെയ്താൽ നമുക്ക് ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കേണ്ട. അത്രയും ഇലക്ട്രോണിക്സ് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധനവും എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. എങ്ങനെയുണ്ട് സാധനം? സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.